ഫ്രഷായിട്ട് നമ്മൾ ലൈവായിട്ട് പിടിച്ചു കൊടുക്കുകയാണ്. ഒരുപാട് ആവശ്യക്കാരുണ്ട്. ഞാൻ പല സ്ഥലങ്ങളിൽ നിന്ന് പശുവിനെ എടുത്തിട്ടുണ്ട്. അതിൽ എനിക്ക് ബെസ്റ്റ് തോന്നിയ കൃഷ്ണഗിരിയിൽ നിന്ന് ഞാൻ എടുക്കാറ്. ആവശ്യക്കാരുണ്ടെങ്കിലെല്ലാം നല്ല ആവശ്യക്കാരുള്ള ഒരു ഇതാണ്. ആർക്കും തുടങ്ങാം. റീസണബിൾ ആയിട്ടുള്ള റേറ്റ് ഇട്ട് കൊടുക്കാമെങ്കിൽ ഒരുപാട് ആവശ്യക്കാരുണ്ട്. ഫാം നടത്തണമെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുല്ല് നട്ടുപിടിപ്പിക്കുക. പുല്ലില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് നടത്താതിരിക്കുന്നതാണ് നല്ലത്. ഞങ്ങളൊരു 4 മുയൽ ഞങ്ങൾ എടുത്തിട്ട് നോക്കുകയാണ്. ഇപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ തുടങ്ങും. ഇപ്പം പോത്തിനെ എടുക്കുമ്പം നമുക്ക് മൊത്തത്തിൽ എടുക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ പ്രോഫിറ്റ്. അപ്പോൾ അതിൽ നമ്മൾ കുറച്ച് ആവശ്യക്കാർക്ക് നമ്മൾ സെയിൽ ചെയ്യുകയും ചെയ്യും. ആവശ്യക്കാർ വരുന്നതനുസരിച്ച് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് പാലിന് വേണ്ടിയാണോ അതോ അല്ല വിൽപ്പന നമ്മൾ വളർത്തി വിൽക്കുകയാണ്. അല്ല പാലിൻ്റെ പർപ്പസ് നമ്മൾ നോക്കുന്നില്ല. നമ്മൾ വളർത്തി വിൽക്കുകയാണ്. ഇവിടെ കുട്ടികളെ പ്രസവിച്ച് കഴിഞ്ഞാൽ അഴിച്ചു വിടുകയാണ് ഇപ്പോൾ ഇത്. ഹായ് ഫ്രണ്ട്സ്, നിക്കീസ് കഫേയുടെ മറ്റൊരു വീഡിയോ ബ്ലോഗിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ പോരൂരി പഞ്ചായത്തിലെ ശാസ്താനടയ്ക്കടുത്തുള്ള ആനക്കോട്ട് ഫാമിലാണുള്ളത്. ഇന്ന് ഈ ഫാമിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഇപ്പോൾ ഇവിടെ കന്നുകാലി കൃഷിയുണ്ട്, അതോടൊപ്പം തന്നെ താറാവുണ്ട്, കിളികളുണ്ട്, അതോടൊപ്പം തന്നെ പാറമലക്കുളത്തിലെ മത്സ്യകൃഷിയുണ്ട്. അങ്ങനെ എല്ലാത്തിനെക്കുറിച്ചും വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വ്ളോഗായിരിക്കും. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതോടൊപ്പം തന്നെ ചേട്ടനോട് എനിക്ക് ആദ്യമായിട്ടൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ചേട്ടനൊരു പ്രവാസിയായിരുന്നു. പ്രവാസ ജീവിതം ഉപേക്ഷിച്ച് വന്നിട്ടാണ് ഈ കൃഷിയിലേക്ക് തിരിഞ്ഞത്. അപ്പോൾ അതോടൊപ്പം തന്നെ എല്ലാ ആളുകൾക്കും പ്രവാസിയായിട്ടുള്ള ഓരോ മനുഷ്യൻ്റെ ആഗ്രഹമാണ് നാട്ടിൽ വന്ന് ഇതേക്ക് ഫാമൊക്കെ സെറ്റ് ചെയ്യണം. അപ്പോൾ അതിനെക്കുറിച്ച് ചേട്ടൻ്റെ അഭിപ്രായം എന്താണ്? എൻ്റെ അഭിപ്രായത്തിൽ ആദ്യം നമ്മൾ ഇതിനെക്കുറിച്ച് നന്നായിട്ടൊന്ന് സ്റ്റഡി ചെയ്യുക. സ്റ്റഡി ചെയ്തതിന് ശേഷം നമ്മുടെ ഏരിയയിൽ ഏത് കൃഷിയാണ് യോജിച്ചത്, ഏതിനാണ് മാർക്കറ്റ്, അതിനനുസരിച്ച് തുടങ്ങുക. ആദ്യം നന്നായിട്ട് ഇതിനെക്കുറിച്ചൊന്ന് പഠിക്കുക. ചാടി കയറി നമ്മൾ പൈസ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്ത് ഇത് ചെയ്യരുത്. നന്നായിട്ട് പഠിച്ചതിന് ശേഷം ഇത് തുടങ്ങുക. പിന്നെ എന്തെങ്കിലും നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ നമ്മൾ ചെയ്തു തരാം. വിളിക്കാം, സംശയങ്ങളുണ്ടെങ്കിൽ വിളിക്കാം. എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്തായാലും കൃഷി എല്ലാം ഒന്ന് കണ്ടുപോകാം. ചേട്ടാ, ഈ കന്നുകാലി കൃഷി ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്ന് വ്യക്തമാക്കാമോ? കന്നുകാലി കൃഷി ചെയ്യുമ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മൾ കന്നുകാലിയെ പർച്ചേസ് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് കന്നുകാലിയെ വാങ്ങിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പശുവിനെ നമ്മുടെ നാട്ടിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ. കാരണം ഇത് മൊത്തം ബ്രോക്കർമാരുടെ കയ്യിലായിപ്പോയി. ഇപ്പം ഫോർ എക്സാമ്പിൾ കിരണിൻ്റെ വീട്ടിലൊരു പശു ഉണ്ടെങ്കിൽ കിരൺ ചിലപ്പോൾ ആ പശുവിന് ചോദിക്കുന്ന 50 രൂപ അല്ലെങ്കിൽ 60 രൂപ ആയിരിക്കും. ഇത് ഇടനിലക്കാരാണ് മൊത്തം കാശ് ഇടാക്കുന്നത്. ബ്രോക്കറേജ് വന്നിട്ട് അവർ വന്നിട്ട് ഈ പശുവിനെ ഇപ്പം എനിക്ക് ആവശ്യക്കാരനാണ്. അപ്പോൾ നമ്മളെ തമ്മിലല്ല കച്ചവടം. കിരണിൻ്റെ അടുത്ത് വന്നിട്ട് ആ പശുവിന് പറയുന്ന ഈ കിരൺ 60 രൂപ ചോദിച്ച പശുവിന് ചിലപ്പോൾ അവർ പറയാം ഒരു 55 രൂപ തരാം. കിരൺ അവസാനം സമ്മതിക്കും 55. എൻ്റെ അടുത്ത് വന്നിട്ട് പറയും 85,000 രൂപ പറയും. അതിന് ഞാൻ ബാർഗൈൻ ചെയ്ത് 80 രൂപ. മുതലാളിക്ക് കിട്ടുന്ന 55. 80 രൂപയ്ക്ക് പശുവിനെ എനിക്ക് തരുന്നു. മീഡിയേറ്ററിന് എത്ര രൂപ കിട്ടി? മനസ്സിലല്ലേ? കച്ചവടം ഒരിക്കലും ഇവിടുന്ന് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് പശുക്കൾ മോശമെന്ന് ഞാൻ പറയല്ല. പക്ഷേ പശുക്കൾ നല്ല പശുക്കളാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള പശുക്കളെ കിട്ടും. പക്ഷേ ഒരിക്കലും നമുക്ക് നാട്ടിലെ പശുവിനെ മേടിച്ച് നമുക്കൊരു ഫാം രീതി, എൻ്റെ എക്സ്പീരിയൻസ് ആണ്, ഓരോരുത്തരുടെ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഫാം രീതിയിൽ ഞാൻ നോക്കിയെടുത്തോളം നാട്ടിൽ നിന്ന് പശുവിനെ മേടിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. കാരണം ഇപ്പോൾ ഞാൻ പറഞ്ഞത് കിരണിൻ്റെ വീട്ടിലൊരു പശു നിൽക്കുക. കിരൺ ഇതിൻ്റെ കണക്ക് നോക്കാതെ ആ പശുവിൻ്റെ പ്രോഫിറ്റ് എത്രയാണെന്ന് കിരൺ നിങ്ങളെ ശ്രദ്ധിക്കുന്നില്ല. ഇപ്പോൾ ഒരു വീട്ടിലൊരു പശു ആണെങ്കിൽ അവർ ശ്രദ്ധിക്കത്തില്ല. അവർ ചിലപ്പോൾ വീട്ടിൽ ഒരാഴ്ച അച്ഛനായിരിക്കും വാങ്ങിച്ച, അടുത്ത ആഴ്ച മോൻ പോയി തീറ്റ വാങ്ങിക്കുന്നു. അല്ലെങ്കിൽ ഇത് എത്ര കൊടുക്കുന്നുണ്ടോ ഇതൊന്നും ആരും നോക്കുന്നില്ല. അപ്പം പാല് നോക്കുമ്പോൾ അവർ പറയുന്ന പാല് അവരുടെ വീട്ടിൽ നിൽക്കുമ്പോൾ ഉണ്ടാവും. ഒരിക്കലും ആ പശു നമ്മുടെ ഫാമിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഒരു ബിസിനസ് രീതിയിൽ നോക്കുമ്പോൾ നമ്മൾ ആ തീറ്റ കൊടുക്കുന്ന തീറ്റയ്ക്കുള്ള പാല് നമുക്ക് കിട്ടത്തില്ല. നമുക്ക് അതിന് കിട്ടുന്ന പാലിന് വേണ്ടിയുള്ള തീറ്റ കൊടുത്താൽ നമുക്ക് ആ പശുവിനെ കൊണ്ട് പ്രോഫിറ്റ് ഇല്ല, ലോസേ ഉണ്ടാവുള്ളൂ. മനസ്സിലായി? ഞാൻ പല സ്ഥലങ്ങളിൽ നിന്ന് പശുവിനെ എടുത്തിട്ടുണ്ട്. അതിൽ എനിക്ക് ബെസ്റ്റ് തോന്നിയ കൃഷ്ണഗിരിയിൽ നിന്ന് ഞാൻ എടുക്കാറ്. കൃഷ്ണഗിരിയിലും ബ്രോക്കേഴ്സുണ്ട്. അപ്പം വളരെ ശ്രദ്ധിച്ച് പശുവിനെ പർച്ചേസ് ചെയ്യാവും. ബ്രോക്കർമാരാണ് എല്ലായിടത്തും ഇത്. അപ്പോൾ അവിടെയും ഈ പറയുന്ന പോലെ മലയാളികൾ തന്നെ ഉണ്ട് ബ്രോക്കർ. അതായത് നമ്മൾ ചെന്ന് കഴിയുമ്പോൾ നമ്മളോട് പരിചയപ്പെടുന്നു. എവിടുന്ന് അവരും പശുവിനെ എടുക്കാൻ വന്നതുപോലെ ആയിരിക്കും നമ്മളോട് പരിചയപ്പെടുന്നത്. എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് അവിടെ ചെന്ന് ഇതേപോലെ. പക്ഷേ എനിക്ക് തമിഴ് അറിയാമെന്നുണ്ട്. ഈ മലയാളി തന്നെ അവിടെ ചെന്നിട്ട് നമ്മുടെ ബ്രോക്കറോട് പറഞ്ഞാൽ ഇത് എൻ്റെ ആളാണ്.
നമ്മൾ പോലും അറിയാതെ നമ്മുടെ പശു നമ്മൾ വാങ്ങിക്കുന്ന ഓരോ പശുവിൻ്റെ കമ്മീഷൻ പുള്ളിക്കല്ലോ. അപ്പം അത്രയും പൈസ കൊണ്ട് നമ്മുടെ ഇതിൽ കൂടുവാണ്. അപ്പം കഴിവതും അതെല്ലാം വളരെ ശ്രദ്ധിക്കണം. പശു എന്ന് പറഞ്ഞൊരു ഇത് കച്ചവടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു മോശമായിട്ടുള്ള കച്ചവടം നടക്കുന്ന ഒരു ഫീൽഡാണ്. പിന്നെ തട്ടിപ്പ് ഒരുപാട് നടക്കും. അതുകൊണ്ട് വലിയ ഇത് പറഞ്ഞ് വലിയ മോഹവില കൊടുത്തൊന്നും ഒരു പശുവിനെ വാങ്ങിക്കാതിരിക്കുക. പിന്നെ നല്ല പശുക്കളെ നോക്കി, അല്ലെങ്കിൽ നല്ല നമുക്ക് പൂർണ്ണ ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ എടുക്കുക. ഓക്കെ. അതോടൊപ്പം തന്നെ എനിക്ക് ഇവിടെ ഏത് ടൈപ്പ്, കുറേ ടൈപ്പുകളുണ്ടല്ലോ, ഇവിടെ എത്ര ടൈപ്പ് പശുക്കളുണ്ട്, എന്താണ് അതിൻ്റെയൊക്കെ പ്രത്യേകത? ഇവിടെ HF, ജേഴ്സി, സിന്ധി ക്രോസ്, ഗീർ, പിന്നെ എരുമ, ചുരുളി എരുമയുണ്ട്, പിന്നെ വെച്ചുണ്ടായിരുന്നു. അങ്ങനെ പല ടൈപ്പ് പശുക്കളുണ്ട്. അതിൽ പാല് കൂടുതൽ കിട്ടുന്ന ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ HF എന്ന് പറയാം. പക്ഷേ അസുഖം കൂടുതലുള്ള ഏത് പശു എന്ന് ചോദിച്ചാലും HF എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. അതിന് ഒരു പ്രതിരോധശക്തി കുറവായിരിക്കും HF-ന്. പിന്നെ ജേഴ്സിയെ സംബന്ധിച്ച് പാലിന് കൊഴുപ്പും അതേപോലെ HF-ന് കൊഴുപ്പ് കുറവായിരിക്കും. ജേഴ്സിക്ക് കൊഴുപ്പ് കൂടുതലുണ്ട്, കുറച്ച് ഒരു റെസ്റ്റിംഗ് അതിനൊരു പ്രതിരോധശക്തി കൂടുതലുണ്ടായിരിക്കും ജേഴ്സിക്ക്. പിന്നെ ഗീർ ഇന്ത്യൻ ബ്രീഡാണ്, ഗുജറാത്തിൻ്റെയാണ് ഗീർ. അതിൻ്റെ പാൽ ഇവിടെ ഞങ്ങൾ സെയിൽ ചെയ്യുന്നത് 100 രൂപ പെർ ലിറ്ററാണ്. അത് ഞങ്ങൾക്ക് 1-2 കസ്റ്റമേഴ്സ് ഉണ്ട്. അത് എൻ്റെ കാര്യങ്ങൾ A1 A2 മിൽക്ക് രണ്ടായിട്ട് ഇത് വരുന്നതിൽ ഏറ്റവും മിൽക്ക് വരുന്നതാണ് ഗീർ. 100 രൂപയാണ്. കാരണം അത് ഞാൻ പറഞ്ഞില്ലേ, 2 ടൈപ്പ് മിൽക്ക്. അതായത് ഇന്ത്യൻ ഡെസി കവാണ് ഗീർ. അതായത് നമ്മുടെ വെച്ചൂരിൻ്റെയും ഗീർ, കാസർഗോഡ് ഉള്ള സഹീവൾ, കാങ്കരാജ്, അങ്ങനെ ഈ ഇന്ത്യൻ ബ്രീഡ്സിൽ വരുന്ന എല്ലാ പശുക്കളുടെയും പാൽ ഒരേ ഗുണമാണ്. അപ്പം വെച്ചുവിൻ്റെ പാല് വെളിയിൽ 150 രൂപയ്ക്കൊക്കെ വിൽക്കുന്നുണ്ട്. നമ്മളിവിടെ 100 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. 1-2 സെയിം കസ്റ്റമേഴ്സ് ഉണ്ട്. അതിൻ്റെ ഗുണം അതായത് സയൻറ്റിഫിക്കായിട്ട് പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മനുഷ്യ ശരീരത്തിന് ആവശ്യമുള്ള എല്ലാ ഘടകങ്ങളും ഇതിൻ്റെ പാലിലുണ്ടെന്നാണ്. അതേസമയം HF, ജേഴ്സിയൊക്കെ ഫോറിൻ ബ്രീഡ്സ് ആണ്. ഇത് നമുക്ക് ആവശ്യമില്ലാത്ത 1-2 ഘടകങ്ങൾ ആ പശുവിൻ്റെ പാലിലുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഈ ജനറേഷൻ അല്ല, അപ്പോൾ ഒരു 10 ജനറേഷൻ കഴിയുമ്പോഴത്തേക്ക് ക്യാൻസർ സെൽസ് വരെ ഫോം ചെയ്യാനുള്ള ഒരു ഇതുണ്ടെന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ച് സയൻറ്റിഫിക്കായിട്ട് എനിക്കറിയില്ല. അപ്പം ഇതാണ് പറയുന്നത്. അപ്പോൾ അതിൽ ഔഷധ ഗുണം ഉണ്ടെന്ന് എന്നുള്ള കാര്യം ഉറപ്പാണ് ഗീറിൻ്റെ. അതിൻ്റെ പാലിൻ്റെ ഫാറ്റും കൂടുതലാണ്. പാല് കറന്നെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ കളറും ഡിഫറൻറ്റ് ആണ്. ഉണ്ട്, തീർച്ചയായിട്ടും. ഞാൻ ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ ഒരു ഗ്രാമപ്രദേശമാണ്. ഞാനിവിടെ ഫാം തുടങ്ങിയ സമയത്ത് ഞാൻ സൊസൈറ്റിയെ മാത്രം ആശ്രയിച്ച് സെയിൽ ചെയ്യണം എന്നൊരവസ്ഥ വരുമെന്നാണ് ഞാൻ കരുതിയിരുന്നത്. കാരണം സൊസൈറ്റി പാൽ കൊടുത്തിരിക്കുന്ന നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം ഒരുപാട് വെട്ടി നടക്കുന്നൊരു ഏരിയയാണ്. അപ്പോൾ ഒരുപാട് വെട്ടി ഏരിയ. കാരണം പാലിനകത്ത് മെഷീനകത്ത് സെറ്റ് ചെയ്ത് വെക്കുക, റീഡിങ് സെറ്റ് ചെയ്ത് വെക്കുക. പിന്നെ ഇത് നമുക്കൊരു പരാതിപ്പെടാനോ അല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പുറത്ത് അന്വേഷിക്കാനോ ഒന്നും ഒരു ഇതും നമുക്കില്ല. സാധാരണ കർഷകർ ഒരുപാട് ഈ ഇടയ്ക്ക് ഇവിടെ അടുത്തൊരു ഇഷ്യൂ ആണെന്നു, ലോക്കൽ സെയിൽ ചെയ്യാൻ പാടില്ല എന്നും പറഞ്ഞ് സൊസൈറ്റിക്കാരും ഉണ്ടെന്ന് കേസ് കൊടുത്തു എന്നും പറഞ്ഞ്. കാരണം കർഷകർ അവരിട്ട് വില തരുന്നതുമില്ല, തീറ്റയ്ക്ക് വില കൂടുകയും ചെയ്യുന്നു. നമ്മൾ പിടിച്ചു നിൽക്കുന്നതെന്ന് വെച്ചാൽ ഈ ലോക്കൽ സെയിലില്ല. ഇപ്പം എൻ്റെ കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ ഞാനിവിടെ പാല് കൊടുക്കുന്നത്, എൻ്റെ പാല് ഞാൻ സൊസൈറ്റി കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് അവർ തരുന്നത് 36 രൂപ അല്ലെങ്കിൽ 40 രൂപ വരെ ആയിരിക്കും. ഇതേ പാല് ഞാൻ അങ്ങനെ എൻ്റെ കസ്റ്റമേഴ്സിന്, ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിന് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് 50 രൂപ തരുന്നുണ്ട്. അപ്പം ഞാൻ ആ പാല് അങ്ങനെ തന്നെ എൻ്റെ കസ്റ്റമേഴ്സിന് കൊടുക്കുക. കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ പുറത്ത് അല്ലാതെ അവരെ ഞാൻ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ആ ഉള്ള കസ്റ്റമറിനെ നഷ്ടപ്പെടാൻ ഞാനില്ല. കാരണം അങ്ങനെ ആ സൊസൈറ്റി കൊണ്ടുപോയി കൊടുത്താലും എനിക്ക് വിലയില്ല. അപ്പം വീട്ടിൽ വന്ന് വാങ്ങിക്കുന്നവർക്ക് ഞാൻ നല്ല അതേപടി ഞാൻ കൊടുത്തോണ്ടിരിക്കുന്നത്. ഇത്തരം തുറന്ന പറച്ചിലുള്ള ഒരു കാര്യം പറയാനുണ്ട്. ഇത്തരം തുറന്ന പറച്ചിലുകൊണ്ട് താങ്കൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകും, നിക്കീസ് കഫേ ഉത്തരവാദിയായിരിക്കുന്നതല്ല. തീർച്ചയായിട്ടും എനിക്ക് അതിൽ ഒരു ഇഷ്യൂ ഇല്ല. ഞാൻ എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കാറുള്ളതാണ്. കാരണം ഇതിനകത്ത് കർഷകർ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. അതിനകത്ത് എനിക്ക് ഒരു പ്രശ്നമില്ല. കാരണം ഞാൻ എന്ത് കോൺസിക്വൻസ് വന്നാലും ഞാൻ ഫേസ് ചെയ്യാൻ തയ്യാറാണ്. കാരണം സൊസൈറ്റി ഞാൻ പർട്ടിക്കുലറായിട്ട് ഇന്ന സൊസൈറ്റിയിൽ നിന്നല്ല, എല്ലാ സൊസൈറ്റിയിലും നടക്കുന്നത്. ഇപ്പം നിലവിൽ അതിപ്പോൾ ഒരു ഹൈഡ് ചെയ്ത് വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പം നിലവിൽ ഒരു ഇഷ്യൂ നടന്നേ ഉള്ളൂ. ചേട്ടാ, ഈ പശുവിൻ്റെ തീറ്റയും അതോടൊപ്പം തന്നെ തീറ്റ ചെലവ് കുറയ്ക്കാനുള്ള മാർഗ്ഗങ്ങൾ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? തീറ്റ മെയിനായിട്ട് കിരണ നമ്മൾ പാല് ഉൽപ്പാദിപ്പിക്കുന്ന പശുക്കൾക്ക് ഇവിടെ ഇപ്പം എൻ്റെ ഒരു രീതി എന്ന് വെച്ചാൽ ഞാൻ തീറ്റ 3 നേരമായിട്ടാണ് കൊടുക്കുന്നത്. അതായത് ഈ പീക്ക് ലാക്ടേഷൻ, അതെന്ന് വെച്ചാൽ ഇളം കറവ പ്രസവിച്ച് ആദ്യത്തെ ഒരു 2 മാസത്തോളം 3 മാസത്തോളം നമ്മൾ 3 നേരം ഫീഡ് കൊടുക്കും. അത് കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പ്രൊഡക്ഷൻ അനുസരിച്ചുള്ള ഫീഡ് നമ്മൾ 2 വട്ടമായിട്ട് കൊടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അത്രയും ഫീഡ് അതിന് കൺസപ്ഷൻ ചെയ്യാൻ പറ്റില്ല.
അതിന് തീറ്റ എടുത്തു കഴിഞ്ഞാൽ അതിന് പല പ്രശ്നങ്ങളുണ്ടാവും, ദഹനക്കേടും കാര്യങ്ങളും. അപ്പോൾ ആ തീറ്റ തന്നെ അതേ അളവ് നമ്മൾ 3 നേരമായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിന് പാലിൻ്റെ പ്രൊഡക്ഷന് മാറ്റമുണ്ട്. കാരണം അതിന് ദഹിക്കാനുള്ള സമയം കിട്ടുന്നുണ്ട്, കാര്യങ്ങളും അതിനനുസരിച്ച്. പിന്നെ പുല്ല് നമ്മൾ 2 നേരമാണ് കൊടുക്കുന്നത്, പശുപ്പുല്ല്. അത് ഒരു പശുവിന് ആവറേജ് 35 കിലോ ആ റേഞ്ച് നമ്മൾ കൊടുക്കാറുണ്ട്. പുല്ല് കൊടുത്ത് നമുക്ക് മുന്നോട്ട് പോകും. പിന്നെ തീറ്റയിൽ ഈ പറഞ്ഞ പോലെ നമ്മളായിട്ട് തീറ്റ കുറേ മാറ്റങ്ങൾ വരുത്താം. ഇപ്പം നമ്മൾ പല ഈ ഒരു മെയിനായിട്ടൊരു കമ്പനിയെ ആശ്രയിക്കാതെ, പെല്ലറ്റ്സിനെ ആശ്രയിക്കാതെ വേണമെങ്കിൽ നമുക്ക് തീറ്റ നമുക്ക് സ്വന്തമായിട്ട് പല മിശ്രിതങ്ങൾ ചേർത്ത് ഞാനിപ്പം നിലവിൽ അങ്ങനെ ഒരു സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഡയറക്റ്റ് കുറച്ച് ഐറ്റംസ്, ചോളപ്പൊടി, സോയയുടെ തൂല്, പിന്നെ അങ്ങനെ കുറച്ച് ഐറ്റംസ്, പിണ്ണാക്ക്, നമ്മുടെ ഈ ചക്കിലാട്ടിയ പിണ്ണാക്കുകൾ വരാറുണ്ട്, തേങ്ങാ പിണ്ണാക്കും എള്ളും പിണ്ണാക്കും ഒക്കെ ചക്കിലാട്ടി വരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് എണ്ണയുടെ അംശം കൂടുതലുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഇതൊക്കെ ചേർത്തിട്ട് മിശ്രിതമാക്കിയിട്ടാണ് ഞങ്ങളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മാറ്റങ്ങൾ സംഭവിക്കുക. അപ്പോൾ തീറ്റ ചെലവ് നമുക്ക് അങ്ങനെ കുറയ്ക്കാൻ പറ്റും. അല്ലാതെ നമ്മളിപ്പോൾ ഒരു ബ്രാൻഡായിട്ട് കമ്പനി ആശ്രയിക്കുകയാണെങ്കിൽ, ഞാൻ കൊടുക്കുന്നില്ലെന്നല്ല, കൊടുത്തുകൊണ്ടിരുന്നതാണ്. ഇപ്പം ഞങ്ങളതിനെക്കുറിച്ച് ഈ പറഞ്ഞ പോലെ അതൊന്ന് കുറച്ചുകൊണ്ട് മറ്റുള്ള തീറ്റ ഞങ്ങൾ സ്വന്തമായിട്ട് തന്നെ ഈ പറഞ്ഞ പോലെ ഒരു മിശ്രിതം ഞങ്ങൾ ഉണ്ടാക്കിയിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് പശുക്കൾ ഹെൽത്തി ആവുന്നുണ്ട്, അതേപോലെ പാലിൻ്റെ പ്രൊഡക്ഷൻ കൂടുന്നുണ്ട്, തീറ്റയുടെ ചിലവും കുറയും. ഇപ്പോൾ എൻ്റെ പുറകെ കാണുന്ന ഞാൻ കൃഷി ചെയ്യുന്ന പുൽത്തോട്ടമാണ്. ഇവിടെ നമുക്കൊരു ഫാം നടത്തണമെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുല്ല് നട്ടുപിടിപ്പിക്കുക. പുല്ലില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് നടത്താതിരിക്കുന്നതാണ് നല്ലത്. കാരണം വൈക്കോലൊന്നും നമുക്ക് വിലയ്ക്ക് മേടിച്ച് കൊടുത്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അത്യാവശ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് കൊടുക്കേണ്ട പച്ചപ്പുല്ലിനുള്ള സോഴ്സ് നിങ്ങൾ ആദ്യമേ റെഡിയാക്കുക. അതിന് ശേഷമേ പശുവിനെ വാങ്ങിക്കാവൂ. അല്ലെന്നുണ്ടെങ്കിൽ പശുവെല്ലാം ഏത് ഇതായാലും, പോത്തോ ആടോ എന്തായാലും, അതിന് കൊടുക്കേണ്ട മെയിൻ ഒരു ഫീഡ് എന്ന് വെച്ചാൽ ഗ്രീൻ ഗ്രാസ്. അതിനുള്ള മാർഗ്ഗം ആദ്യം ഉണ്ടാക്കുക, അതിന് ശേഷം ഫാം തുടങ്ങാം. ഓക്കെ ചേട്ടാ, ഞാൻ ഇവിടെ വരുമ്പോൾ ഈ ഒരുപാട് ചാണകമൊക്കെ ഇവിടെ കാണുന്നുണ്ട്. എന്താണ് പിന്നെ അതോടൊപ്പം തന്നെ കൃഷി രീതി, മറ്റ് ചേമ്പൊക്കെ ഉണ്ടല്ലേ, അതിനെക്കുറിച്ചുകൂടെ ഒന്ന് വ്യക്തമാക്കാം. ഇപ്പം നമ്മളൊരു ഫാം നടത്തുമ്പം അതിനോടൊപ്പം തന്നെ നമ്മളതിൻ്റെ ഇപ്പം ചാണകം കൊണ്ട് നമുക്കിപ്പം അത്യാവശ്യം വീട്ടിൽ നിന്ന് ഇപ്പം മൊത്തത്തിൽ കൃഷി ചെയ്ത് ഇത് ചെയ്യണമെന്നല്ല പറയുന്നത്. അത്യാവശ്യം നമുക്ക് വേണ്ടുന്ന കൃഷികളെങ്കിലും ഇതൊക്കെ നമുക്ക് ഉപയോഗിച്ച് കൃഷി ചെയ്യാം. ഞങ്ങളിവിടെ സ്ലെറി മാത്രമാണ് പുല്ലിന് തളിച്ചു കൊടുക്കുന്നത്, ഇതിനെ കുളിപ്പിക്കുന്ന വെള്ളവും അങ്ങനെയുള്ള. ബാക്കി ചാണകം ഞങ്ങൾ കൃഷിക്ക് ഉപയോഗിക്കും. ബാക്കി ചാണകം ഞങ്ങൾ ഉണക്കി പൊടിച്ച് പാക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ 120 റേഞ്ചിന് ഞങ്ങൾ ഒരു ചാക്ക് ചാണകപ്പൊടി ഞങ്ങൾ കൊടുക്കുന്നത് വീട്ടിൽ തന്നെ ഇവിടെ തന്നെ നമ്മൾ ഉണക്കി പൊടിച്ച് ചാക്കിൽ ഫില്ല് ചെയ്ത് കൊടുക്കും. ആൾക്കാർ ആവശ്യക്കാരുണ്ട്, വന്ന് ചോദിക്കും. 120 രൂപ വെച്ചാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. ഒരു ചാക്കിന് 120 രൂപ വെച്ചാണ് ഞങ്ങൾ വാങ്ങിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ചോദിക്കുന്നത് പശു വളർത്തുന്നവർക്കും പോത്ത് വളർത്തുന്നവർക്കൊക്കെ ഒരു ബൈ പ്രോഡക്റ്റ് ആണല്ലോ? തീർച്ചയായിട്ടും. ഇപ്പം നമ്മൾ ഇതിൻ്റെ പാലിൻ്റെ ഉൽപ്പന്നങ്ങൾ മാത്രമല്ല, ഇതിൻ്റെ വേസ്റ്റും നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് യൂസ് ചെയ്യാം. ചാണകപ്പൊടിയാക്കിയിട്ട് നമ്മൾ കൊടുക്കാമെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന പോലെ സിറ്റി ലൈഫിലൊക്കെ അവർക്ക് പച്ചച്ചാണകം എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് അത്യാവശ്യം വീട്ടിൽ ടെറസിൽ കൃഷി ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ പോലും നമുക്ക് ഈ പറഞ്ഞ നമ്മൾ ചാണകപ്പൊടി ഉണക്കി പൊടിച്ച് കൊടുക്കുമ്പോൾ അവർക്കും യൂസ്ഫുള്ളാണ്. കാരണം ഇതവർക്ക് സിമ്പിളായിട്ട് അവർക്ക് ഉപയോഗിക്കാൻ പറ്റും. നേരെ അവർ കൊണ്ടുവന്ന് അവർക്ക് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും വരില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്യണം. നമ്മളിത് ഉപയോഗിച്ച് ഇത്രയും നമുക്ക് ഇതുള്ളതുകൊണ്ട് നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട്. ഇത് വിപണിയിലാണ് കൊടുക്കുന്നത് ഇവിടെ. കിരൺ, ഇത് നമ്മളിവിടെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, നമ്മളെ ഒരു മിശ്രിത കൃഷിയാണ് എല്ലാം കൂടെ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ബേഡ്സിൽ പല ഐറ്റംസ് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. കിളികൾ, ലവ് ബേഡ്സ്, ഫിഞ്ചസ്, ആഫ്രിക്കൻ ലവ് ബേഡ്, അമേരിക്കൻ ലവ് ബേഡിൽ തന്നെ ഫിഷറുണ്ട്, പീച്ച് വെറൈറ്റീസ് ഉണ്ട്, ജാവ. അങ്ങനെ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ ഒന്നി മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാതെ ഉള്ള സ്ഥലം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ്. അപ്പോൾ ഇത് നമുക്ക് ഈ വലിയ ജോലി നമുക്കില്ല. ഇതിനെ ഫീഡ് കൊടുക്കുക, അത്യാവശ്യം ഇതിനെക്കുറിച്ചൊന്ന് നമ്മളൊന്ന് ഇടയ്ക്കൊന്ന് ശ്രദ്ധിക്കുക. കുഴപ്പമില്ലാത്ത പ്രോഫിറ്റ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. ഡിമാൻഡ് നല്ല ഡിമാൻഡുണ്ട്. പ്രത്യേകിച്ച് ഈ ലോക്ക്ഡൗൺ സമയത്ത് നല്ല ഡിമാൻഡുമാണ്. കിളികൾ കിട്ടാനില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഈ ഫിഞ്ചസ് ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 80 രൂപ 100 രൂപ റേഞ്ചിൽ കിടന്ന ഫിഞ്ചസ് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു എണ്ണത്തിന് 200 രൂപയാണ്. ഏറ്റവും കൂടുതൽ സെല് ചെയ്യുന്ന ഏത് കിളികളാണ്? ഇത് നോർമൽ നമ്മൾ സാധാരണക്കാർ ഉപയോഗിക്കുന്ന മെയിനായിട്ട് ഫിഞ്ചസ് പോകാറുണ്ട്, അതേപോലെ ലവ് ബേഡ്സ് പോകാറുണ്ട്. പിന്നെ ഇച്ചിരി കൂടെ കൂടിയ വെറൈറ്റീസ് പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ആഫ്രിക്കൻ ലവ് ബേഡ്സിൽ പോകും. അത് 2500, 2000 രൂപ തൊട്ട് മേളിലോട്ട് 3500, 4000 രൂപ വരെ പോകുന്ന കിളികളുണ്ട്. ഭക്ഷണ രീതി ഇതിന് നമ്മൾ മെയിനായിട്ട് തിനയാണ് കൊടുക്കുന്നത്. തിന, തുളസിയില, പിന്നെ അതുപോലെ തന്നെ വെള്ളം, ഈ കണവനാക്ക്. ഇതൊക്കെ കണവനാക്ക് മുട്ടയിടാൻ വേണ്ടി ആവാൻ വേണ്ടി ഒരു കാൽസ്യം സപ്ലിമെൻ്റ് എന്നുള്ള രീതിയിലാണ് കൊടുക്കുന്നത്.
പിന്നെ മറ്റേ ഉള്ള ഈ ആഫ്രിക്കൻ ലവ് ബേഡ്സിനൊക്കെ പോകാമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ചോളം, ഇടയ്ക്ക് ഇതേപോലെ ചോളം, പിന്നെ അതേപോലെ നമ്മുടെ സൺഫ്ലവർ സീഡ്, പിന്നെ അല്ലാതെ നമ്മൾ ബ്രെഡും ബീറ്റ്റൂട്ടും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് മുട്ട ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമ്മൾ കൊടുക്കാറുണ്ട്. അത് ബ്രീഡിങ് പർപ്പസിന് ഉള്ള ഒരു സപ്ലിമെൻ്റായിട്ട് നമ്മൾ കൊടുക്കുന്നത്. ഇതെല്ലാം നമ്മൾ നോർമൽ സ്പീഡിൽ കൊടുക്കുന്നതാണ്. ഓക്കെ, അതോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്നു ആവശ്യക്കാരുണ്ടെങ്കിൽ വളരെ നല്ല രീതിയിൽ ലാഭം കിട്ടുന്ന ഒരു ആവശ്യക്കാരുണ്ടെങ്കിലല്ല, നല്ല ആവശ്യക്കാരുള്ള ഒരു ഇതാണ്. ആർക്കും തുടങ്ങിക്കഴിഞ്ഞാൽ നന്നായിട്ട് പോകുന്നതന്നെയാണ്. കാരണം നമ്മൾ വലിയ ഒരു റീസണബിൾ ആയിട്ടുള്ള റേറ്റ് ഇട്ട് കൊടുക്കാമെങ്കിൽ ഒരുപാട് ആവശ്യക്കാരുണ്ട്. അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഞങ്ങളുടെ നാട്ടിലെ പാറമലക്കുളത്തിലെ മത്സ്യകൃഷി രീതിയാണ് കാണാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ഞാൻ വേറൊരു കാര്യം പറയാം, ഈ പാറമലക്കുളത്തിന് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. പക്ഷേ ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, പക്ഷേ വളരെ പേടിയായതുകൊണ്ട് ഈ ഏരിയയിലോട്ടൊന്നും വരാത്ത ആൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് സുനിലേട്ടനോട് ഈ ഇവിടുത്തെ പാറമലക്കുളത്തിലെ കൃഷി രീതി എങ്ങനെയാണെന്ന് ചോദിച്ച് മനസ്സിലാക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർക്ക് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള സംശയങ്ങൾ കമൻറ്റായിട്ട് ഇതിനടിയിൽ രേഖപ്പെടുത്തും. ചേട്ടൻ അതിന് മറുപടി നൽകുന്നതായിരിക്കും അല്ലേ? അപ്പോൾ ചേട്ടാ, നമുക്ക് അങ്ങോട്ടൊന്ന് പോയിട്ട് വരാം. ഞാൻ ആദ്യമായിട്ടാണ് ഒരു പാറമടയിൽ മത്സ്യകൃഷി ചെയ്യുന്നത് ഞാൻ കാണുന്നത്. ചേട്ടാ, ഇതിനെക്കുറിച്ചൊന്ന് സംസാരിക്കുക. അതെന്താണ്, ഇത് എങ്ങനെയാണ് ഈ സംഭവം സെറ്റ് ചെയ്തിരിക്കുന്നത്, എങ്ങനെയാണ് ഇത് ആദ്യമായിട്ട് കാണുന്ന ആളുകളുണ്ടായിരിക്കും, അവർക്ക് അറിവ് നൽകുന്ന രീതിയിലൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഇത് ആക്ച്വലി പണ്ട് നമ്മൾ പാറ എടുത്ത് ഉണ്ടായ ഒരു ഇതാണ്. അപ്പോൾ ഇതിൻ്റെ ആഴമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 80 അടി തൊട്ട് 100 അടി വരെ താഴ്ചയുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഞങ്ങൾ വേറെ ഒരുപാട് പരിപാടികൾ ആലോചിച്ചായിരുന്നു ആദ്യം, ഇതിൻ്റെ മിനറൽ വാട്ടറിൻ്റെ പരിപാടിയൊക്കെ തുടങ്ങാൻ. പക്ഷെ അത് മറ്റുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ആകുമെന്ന് തോന്നിയപ്പോൾ ഞങ്ങൾ ഇതിനെ പിന്നെ ഫിഷറീസിനെ ബന്ധപ്പെട്ടു, ഫിഷറീസുമായിട്ട്. അപ്പം FFDയുടെ അവരുമായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ടപ്പോൾ ആദ്യം ഞങ്ങളിത് മൊത്തത്തിൽ മീൻ കൃഷി തുടങ്ങാം. അപ്പോൾ ഇതിൽ നമ്മൾ മെയിൻ വിത്ത് നമ്മൾ ആദ്യത്തെ ഒരു സ്റ്റേജിൽ നമ്മൾ കുറച്ച് സീഡ് കൊണ്ടുവന്ന് ഇത് ചെയ്തു. പക്ഷെ അത് നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ ഫിഷറീസിൻ്റെ അവരുടെ ഒരു ഐഡിയയിലാണ് ഈ കൂട് കൃഷി എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് ഉണ്ട്. അപ്പോൾ ഒരു കൂട് കൃഷി ആകുമ്പോൾ ഇതിനകത്തുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ മത്സ്യങ്ങളെ നമുക്ക് ഈ ഒരു നെറ്റ് ഈ ഓരോ ബോക്സിനകത്താണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഇത് നെറ്റാണ്, ജസ്റ്റ് വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ട് പാസ് ചെയ്യും. പക്ഷെ നമുക്കിത് ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം ഇത് നമ്മൾ അങ്ങനെ പൊക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മീനിനെ പിടിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഫീഡ് കൊടുക്കുന്നവരടുത്ത് ഇട്ട് കൊടുക്കാൻ പറ്റും. ഇതിൽ ഈ ഒരുപാട് പാർക്കോറിയറുണ്ട്. അതിനകത്ത് ചെയ്യാൻ പറ്റുന്ന കൃഷി, നമുക്ക് മീൻ കൃഷി ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് മെത്തേഡ് എന്ന് വെച്ചാൽ ഇതാണ് കോറിയയിൽ. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഒരുപാട് സ്ഥലമുണ്ട്, ഇപ്പോൾ ഒരു സെറ്റ് മാത്രമേ ഉള്ളൂ? ഇതാണ് അല്ല, ഒരു സെറ്റ് അല്ല, ഇത് 4 യൂണിറ്റാണ് നിലവിൽ. ഒരു യൂണിറ്റ് എന്ന് വെച്ചാൽ 2 ഇതാണ്. അപ്പോൾ ഇത് നമ്മൾ ജോയിൻ ചെയ്ത് നമുക്ക് കൺവീനിയൻസ് ആയിട്ട് നടന്നു പോയി ഫീഡ് കൊടുക്കാനുള്ള ഒരു എളുപ്പത്തിന് നമ്മൾ ഇങ്ങനെ അങ്ങ് സെറ്റ് ചെയ്തേക്കാണ്. ഇത് യഥാർത്ഥത്തിൽ 4 യൂണിറ്റ്, ഒരു യൂണിറ്റ് എന്ന് വെച്ചാൽ 2 എണ്ണമാണ് നമുക്ക് തരുന്നത്. അപ്പോൾ ഇത് 4 യൂണിറ്റാണ്. 4 യൂണിറ്റ് ആണ് നമ്മൾ ഇട്ടേക്കുന്നത്. പിന്നെ നമ്മളിനി ഭാവിയിൽ നമ്മൾ ബാക്കിയുള്ളിടത്തോട് ഇത് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ ഫിഷറീസിന്റെ ഭാഗത്തു നിന്ന് എന്തെല്ലാം സപ്പോർട്ടാണ് കിട്ടിയിരിക്കുന്നത്? നമുക്ക് സബ്സിഡി കിട്ടുന്നത്, അതായത് ഫസ്റ്റ് നമ്മളിത് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ കൂട് നിർമ്മിക്കുന്നതിനും പിന്നെ അതേപോലെ ഇതിൻ്റെ മത്സ്യക്കുഞ്ഞുങ്ങൾ, ഫീഡ്, അങ്ങനെ ഒരുപാട് സബ്സിഡികൾ നമുക്ക് തരും. അതുപോലെ നമുക്ക് വേണ്ടുന്ന അഡ്വൈസസും കാര്യങ്ങളും എല്ലാം അവർ തരും. പിന്നെ ആദ്യത്തെ ഒരു വർഷം കഴിഞ്ഞ് 2-3 വർഷത്തെ നമുക്ക് ഇതിൻ്റെ ഫിഷിൻ്റെ സീഡ് വിത്ത് നമുക്ക് സൗജന്യമായിട്ട് സബ്സിഡി ഇതിൽ നമുക്ക് തരുന്നത്. ഓക്കെ, ഞാൻ ആദ്യമായിട്ട് ഈ ഒരു നമുക്ക് ഇത്ര സെറ്റപ്പ് ചെയ്യാനായിരിക്കുമല്ലോ ആദ്യത്തെ ഒരു ചിലവ് വരുന്നത്. അത് എത്രത്തോളം രൂപ ചിലവ് വന്നിട്ടുണ്ടാവും? ഇത് നമ്മളിപ്പോൾ യഥാർത്ഥത്തിൽ കടയിൽ നമുക്ക് ഇതിൻ്റെ ഒരു യൂണിറ്റിൻ്റെ ഈ നെറ്റ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരുന്നുണ്ട്. അത് എക്സ്പെൻസീവ് ആണ്, അത് 35,000 രൂപ വരും. ഇത് ഞങ്ങൾ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ ഹാർബറിൽ നിന്ന് നമുക്ക് പല പണിക്കാരെ കൊണ്ടുവന്നിട്ട് നമ്മൾ ചെയ്യിച്ചെടുത്തതാണ്. അപ്പോൾ നമുക്ക് എക്സ്പെൻസ് കുറയ്ക്കാൻ പറ്റും. അതേപോലെ ഈ ക്യാനും കാര്യങ്ങളൊക്കെ നമ്മൾ പുറത്തുനിന്ന് ഡയറക്റ്റ് കോയമ്പത്തൂരിൽ നിന്നൊക്കെ എടുത്തതാണ്. അപ്പോൾ റേറ്റ് കുറയും. ഇവിടെ ആകുമ്പോൾ 1200 രൂപ റേഞ്ച് പോകും. ഇത് നമുക്ക് ഒരു 700 രൂപ 800 രൂപ റേഞ്ചിൽ നമുക്ക് ഇവിടെ കിട്ടും. അങ്ങനെ എടുത്തതാണ്.
അപ്പോൾ മൊത്തത്തിൽ ഇത്രയും ഒരു സംവിധാനം, ഒരു പാറമടയിൽ ഇത്രയും സംവിധാനം സെറ്റ് ചെയ്യുന്നതിന് എത്ര, ഒരു ഇനിഷ്യൽ സെറ്റപ്പിൽ എത്ര രൂപയാണ്? ഇനിഷ്യൽ സെറ്റപ്പിൽ ആവും ഒരു 1.25 ലക്ഷം രൂപയോളം. 1.5 ലക്ഷം. പിന്നെ അത് വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ്. വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ്. പിന്നെ നമുക്ക് അങ്ങനത്തെ ചിലവില്ല. ഓക്കെ ഓക്കെ. ജസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാം. പിന്നീട് കിട്ടുന്നതല്ല നമുക്ക് പ്രോഫിറ്റ് ആയിരിക്കില്ല, അത് ഒരു റൗണ്ട് കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് പറയാനുള്ളത് കേരളത്തിൽ ഒരുപാട് പാറമടകളുണ്ട്. അവിടെ എല്ലാവർക്കും പറ്റുന്ന പാറക്കുഴിയിൽ എല്ലാ മത്സ്യങ്ങളുണ്ട്. പക്ഷേ ഇത് ഹാർവെസ്റ്റ് ചെയ്യാൻ വലിയ പാടാണ്. ഞങ്ങളുടെ ഇതിനകത്ത് കിടപ്പുണ്ട്, വലിയ മത്സ്യങ്ങൾ കിടപ്പുണ്ട്. പക്ഷെ അത് നമുക്ക് പിടിച്ചെടുക്കാൻ വലിയ പാടാണ്. നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു കൊമേഴ്ഷ്യൽ രീതി നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റില്ല. നമുക്ക് ടൈം പാസിന് ചൂണ്ടയൊക്കെ ഇട്ട് പിടിക്കാമെന്നല്ലാതെ ഇത് കൊമേഴ്ഷ്യൽ ഇതാകുമ്പോൾ നമുക്കൊരു ബിസിനസ്സായിട്ട് ചെയ്യാം. ഇതിനകത്ത് നമുക്ക് ആവശ്യക്കാർ വരുന്ന സമയത്ത് നമ്മൾ അന്നേരം ഹാർവെസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. എളുപ്പത്തെ നമുക്ക് പിടിച്ചു കൊടുക്കാൻ പറ്റും. ഓക്കെ ഓക്കെ. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരു വിപണന സാധ്യത എങ്ങനെയാണ്? ഇതിപ്പോൾ നിലവിൽ ഈ വിഷാംശം ചേർന്ന മത്സ്യമാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഈ സത്യം പറഞ്ഞാൽ ഇതിപ്പോൾ ഞങ്ങളിവിടെ വിൽക്കാനുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രദേശവാസികൾ തന്നെ നല്ല മത്സ്യം ഫ്രഷായിട്ട് നമ്മൾ ലൈവായിട്ട് പിടിച്ചു കൊടുക്കുകയാണ്. ഒരുപാട് ആവശ്യക്കാരുണ്ട്. കാരണം ഇത് നമ്മൾ ഇട്ടേക്കുന്ന ഗിഫ്റ്റ് തിലോപ്പി എന്ന് പറഞ്ഞ ഐറ്റമാണ്. അത് ടേസ്റ്റ് ചെയ്യണം. അപ്പം നമ്മൾ പെർ kg 250 റുപ്പീസിനാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ആവശ്യക്കാർ ഒരുപാട് പേരുണ്ട്. അറിഞ്ഞു വരും. നമ്മൾ അന്നേരം ലൈവായിട്ട് പിടിച്ചു കൊടുക്കുകയാണ്. അതോടൊപ്പം തന്നെ എനിക്ക് ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് ആളുകൾ നമ്മളോട് റെസ്പോണ്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ ഒരുപാട് ആളുകൾ എന്നോട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്, ഞങ്ങളുടെ സ്ഥലത്തൊരു പാർക്കോറി ഉണ്ട്, പക്ഷേ എനിക്ക് സ്വന്തമായിട്ട് പാർക്കോറി ഇല്ല, പക്ഷേ എൻ്റെ ഒരു സ്ഥലമുണ്ട്, എനിക്ക് പക്ഷേ ഇങ്ങനെ ചെയ്യാൻ താല്പര്യമുണ്ട്. അവരോട് അങ്ങനെ മുന്നോട്ട് വരുന്ന യുവാക്കളോട് എന്താണ് പറയാനുള്ളത്? എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് പറയാനുള്ളത്? ഒന്നാമത്തെ കാര്യം, ഇപ്പം നമ്മുടെ സ്വന്തം സ്ഥലമല്ല എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ അവിടെ ഫിഷറീസുമായിട്ട് ആദ്യം ബന്ധപ്പെടണം. നമ്മളത് ലീസിന് എടുക്കുന്നതിന് മുന്നേ, ഇപ്പം നമ്മൾ ലീസിന് എടുക്കണം, പക്ഷേ അതിന് മുന്നേ നമ്മൾ ഫിഷറീസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എനിക്ക് ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്, നമ്മൾ ചെയ്യാൻ പറ്റുവാണെങ്കിൽ എനിക്ക് യൂണിറ്റ് അതിനനുസരിച്ച് കിട്ടുമെന്ന് അവരുടെ പെർമിഷൻ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അതിൻ്റെ ഓണറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മളൊരു ലീസ് എഗ്രിമെൻറ്റ് ചെയ്യണം. ആ ലീസ് എഗ്രിമെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ആ സബ്സിഡി നമ്മുടെ പേരിൽ കിട്ടുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലാൻഡ് ഓണറുടെ പേരിൽ അത് കിട്ടുകയുള്ളൂ. അപ്പോൾ പിന്നെ ഫിഷറീസ് അനുവദിച്ച് കഴിഞ്ഞാൽ എത്ര യൂണിറ്റ് അനുവദിക്കുന്നുണ്ടോ അതിനനുസരിച്ചുള്ള നമുക്ക് അവർ ഫുൾ ഗൈഡൻസ് തരും. നിങ്ങൾക്ക് കിട്ടുന്ന സബ്സിഡിയും ഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ചെയ്യേണ്ടി വരും. അത് പിന്നെ ഒരു 3-4 മാസത്തിനുള്ളിൽ നമുക്ക് ആ പൈസ റിട്ടേൺ കിട്ടും. അതുപോലെ തന്നെ ഈ ഫീഡിങ് കറക്റ്റ് ആയിരിക്കണം. നന്നായിട്ട് ഫീഡ് ചെയ്യാന്നുണ്ടെങ്കിൽ 6 മാസം 7 മാസത്തിനുള്ളിൽ ഇത് നല്ല ഒരു വിളവെടുപ്പ് നടത്താം. ഓക്കെ. എന്തൊക്കെയാണ് ഫുഡ് ഐറ്റംസ് കൊടുക്കുന്നത്? ഇത് നമ്മൾ ഇപ്പം പെല്ലറ്റ്സ് കൊടുക്കാറുണ്ട്. പിന്നെ അതേപോലെ ഈവൻ നമ്മുടെ ഞങ്ങൾ ചേമ്പല തന്നെ ഞങ്ങൾ ഇട്ട് കൊടുക്കാറുണ്ട്. കാരണം അതൊക്കെ മത്സ്യങ്ങൾ കഴിക്കുന്നുണ്ട്. ഇതൊക്കെ ഞങ്ങൾ ചുമ്മാ ഒരു പരീക്ഷയാണ്. പക്ഷെ അതെല്ലാം നന്നായിട്ട് കഴിക്കുന്നുണ്ട്. നമ്മുടെ തീറ്റ ചെലവ് കുറയ്ക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം ചോദിക്കാൻ പറഞ്ഞത്, ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ നമുക്ക് ഒരുപാട് താറാവുണ്ട്. അപ്പോൾ താറാവ് കൃഷിയും കുളത്തിലുണ്ട്, എന്താണത്? താറാവ് കൃഷി ഇത് ആക്ച്വലി ബിഗോവ എന്ന് പറഞ്ഞൊരു ഐറ്റമാണ്. ഇത് മീറ്റ് പർപ്പസിനാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ പാർക്കുഴിയിൽ ഇറക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നീന്തപ്പോഴത്തെ ഒരു ഓക്സിജൻ്റെ ഒരു അളവൊന്ന് ഇത് ചെയ്യാൻ വേണ്ടി, ഒരു അനക്കം കിട്ടാൻ വേണ്ടി ഞങ്ങൾ ഇതിനകത്തോട്ട് ഇറക്കി വിടുന്നതേ ഉള്ളൂ. അപ്പോൾ അത് നമ്മളല്ലാതെ താറാവിനെ നമ്മൾ ഡേ ഓൾഡ് എടുത്തുകൊണ്ട് വന്ന് വളർത്തി സെയിൽ ചെയ്യുകയാണ്. ഓക്കെ. സംയോജിത കൃഷി രീതിയാണ്. അതെ അതെ അതെ. കാരണം പറഞ്ഞോളൂ. കാരണം നമുക്ക് ഒരു കൃഷി മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ നഷ്ടം സംഭവിക്കാം. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ലൈഫ് സ്റ്റോക്ക് ഫാം നമ്മൾ എല്ലാം മൾട്ടി ഇതായിട്ട് ചെയ്യാമെങ്കിൽ നമുക്ക് ഒന്നി നഷ്ടം വന്നാലും ബാക്കിയുള്ളതിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. ഓക്കെ. അതോടൊപ്പം തന്നെ മറ്റൊരു ചോദ്യത്തിലേക്ക് വരികയാണ്, എങ്ങനെയാണ് ഇതിനോട് ഇത്രയും പാഷൻ വന്നത്? അതായത് ബിസിനസ്സായിട്ടാണോ കാണുന്നത്, പാഷനായിട്ടാണോ, എന്താണ് ഇതിനെ ലീഡ് ചെയ്യുന്നത്? ചെറുപ്പകാലം തൊട്ട് നമുക്ക് ഇതുമായിട്ടൊരു ഇൻട്രസ്റ്റ് ആണ്. കാരണം വീട്ടിൽ പണ്ട് തൊട്ട് പശുവുണ്ട്, ഈ പറഞ്ഞ പോലെ കോഴി, ആട് ഇതെല്ലാം ഉള്ളേ. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു പണ്ട് തൊട്ടേ ഒരു ഇൻട്രസ്റ്റ് ആണ്. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ഗൾഫിൽ നിന്ന് ലീവിന് വരുമ്പോഴൊക്കെ ആയാലും പല പ്രാവശ്യം അങ്ങനെ ലീവിന് വന്നതാണ് ഈ കഴിഞ്ഞ ഇതിൽ. പിന്നെ ഞാൻ ഇവിടെ തന്നെ ഞങ്ങൾക്ക് ഫാം പണ്ടേ ഉള്ളതാണ്, ഫാദർ നടത്തിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ പുള്ളി സ്റ്റോപ്പ് ചെയ്തപ്പോൾ ഞാനതിപ്പം ഏറ്റെടുത്ത് മുന്നോട്ട് പോകും. ഇത് ബാക്കി കാണുന്നത് ഇത് കോഴി ഫാമാണ്. കോഴി ഫാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോയിലർ കോഴിയല്ല, നമ്മുടെ നാടൻ പൂവൻ കോഴിയെ വളർത്തി നമ്മുടെ ഡേ ഓൾഡിൽ കൊണ്ടുവന്നിട്ട് വളർത്തി മീറ്റ് പർപ്പസ് അത് ആവശ്യക്കാർക്ക് അതിനനുസരിച്ച് ഓർഡർ അനുസരിച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇപ്പം നിലവിൽ ഈ ലോക്ക്ഡൗൺ പ്രശ്നം കാരണം നമുക്ക് ഹാച്ചറിയിൽ നിന്ന് കോഴി കുഞ്ഞുങ്ങളെ കിട്ടാത്തതിൻ്റെ പേരിൽ നമ്മൾ താൽക്കാലികമായിട്ട് നടത്തിയത്. ഇനി ഉടനെ ഇപ്പോൾ അടുത്ത ഒരു 2 ആഴ്ചക്കുള്ളിൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. അതിനുള്ള ഇതെല്ലാം നീങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ആടുകളെ നമുക്കിവിടെ കാണാൻ കഴിയും. ആട് കൃഷിയെക്കുറിച്ചൊന്ന് പറയാമോ? ആട് കൃഷിയെക്കുറിച്ച് പറയാമെന്ന് വെച്ചാൽ ഇത് ജസ്റ്റ് ചെയ്യാനൊരു ട്രേഡിങ് പോലെയാണ്. ആട് ലാഭകരമാണ്, കുഴപ്പമില്ല. നമ്മൾ ഈ പറഞ്ഞ പോലെ കൈത്തീറ്റ കുറച്ചുകൊണ്ട്
പുല്ലും നമ്മളിവിടെ ഒരു പ്രത്യേക ഈ പഴയ ഒരു കോൺസെപ്റ്റൊക്കെ മാറ്റിയിട്ട് പണ്ടെല്ലാവരും നമ്മുടെ പ്ലാവിലയും അതൊക്കെയാണ് കൊടുക്കുന്നത്. അപ്പം ഞങ്ങളത് മാറ്റിയിട്ട് പുല്ലും അതേപോലെ സാധാരണ നിലത്തെ പോച്ചയും ഒക്കെ കൊടുത്താണ് വളർത്തുന്നത്. അല്ലാതെ വേറെ രീതിയിലാണ്. അപ്പം പ്രത്യേകിച്ച് നമ്മൾ ഈ പറഞ്ഞ പ്ലാവിലയൊന്നും പറയാനോ അങ്ങനെയൊന്നും പോകേണ്ട കാര്യമില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ വളർത്തിക്കൊണ്ട് പോകുന്നു. ഇത് ആൾക്കാർ ആവശ്യക്കാർ വരുന്നതിനനുസരിച്ച് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് പാലിന് വേണ്ടിയാണോ അതോ അല്ല വിൽപ്പന നമ്മൾ വളർത്തി വിൽക്കുകയാണ്. അല്ല പാലിൻ്റെ പർപ്പസ് നമ്മൾ നോക്കുന്നില്ല. നമ്മൾ വളർത്തി വിൽക്കുകയാണ്. ഇവിടെ കുട്ടികളെ പ്രസവിച്ച് കഴിഞ്ഞാൽ അഴിച്ചു വിടുകയാണ് ഇപ്പോൾ ഇത്. കുട്ടികളെ ഒരു പരുവാകുമ്പോഴത്തേക്ക് ആൾക്കാർ ആവശ്യക്കാർ വരും. കുട്ടികളെ അതേപോലെ വലിയ ആടിനെയും തിരക്കി വരും. അന്നേരം നമ്മൾ സെയിൽ ചെയ്തു. ഇത് ഞങ്ങളുടെ ഒരു സ്റ്റഡി, ഒരു പഠനം എന്നുള്ള രീതിയിൽ ഞങ്ങൾ എടുത്തതാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു മുയലിൻ്റെ ഫാമും കൂടെ ഞങ്ങൾ ഇതിൻ്റെ കൂട്ടത്തിൽ, ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളൊരു എല്ലാം കുറേശ്ശെ ചെയ്യാൻ എന്നുള്ളൊരാഗ്രഹത്തിൽ ഞങ്ങൾ മുയലിലേക്കും കൂടെ ഇറങ്ങുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു മുന്നോടിയായിട്ട് ഞങ്ങളൊരു 4 മുയലിനെ ഞങ്ങൾ എടുത്തിട്ട് നോക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ തുടങ്ങും മുയലിൻ്റെ ഫാമും കൂടെ. അത് ഒരു മീറ്റ് പർപ്പസ് എന്നല്ല, ഞങ്ങൾ ഈ വളർത്തി ഒരു പെറ്റായിട്ട് വളർത്തി സെയിൽ ചെയ്യാനുള്ളൊരു ഇതിലാണ് മുയലിനെ. എനിക്കൊരു എരുമയുണ്ട്. ഒന്നല്ല 3 ഉണ്ടായിരുന്നു. ബാക്കിയൊക്കെ ഞാൻ കൊടുത്തു. കാരണം ഈ പറഞ്ഞ പോലെ പാലിൻ്റെ ക്വാളിറ്റി ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഞാൻ പിന്നെ ഒരെണ്ണത്തിന് നിർത്തിയേക്കാം. ബാക്കിയുള്ളതിനെ നിർത്തിയോണ്ട് നമുക്ക് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നും ഇതിലില്ല. കാരണം നമുക്കതിനനുസരിച്ചുള്ള വില കിട്ടാത്തതുകൊണ്ട് ബാക്കിയുള്ളതിനെ ഞാൻ ഒഴിവാക്കി. ഇപ്പോൾ ഇത് ഒരെണ്ണമുണ്ട്. ഇവർക്ക് രാവിലെ ഒരു 8 ലിറ്ററോളം പാൽ ഇവർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതും കൂടെ നമ്മൾ സൊസൈറ്റി കൊണ്ടുവന്ന പാലിനകത്ത് മിക്സ് ചെയ്ത് ആണ് നമ്മൾ കൊടുക്കുന്നത്. കാരണം എന്നാലേ നമുക്ക് ഈ വിലയെങ്കിലും കിട്ടുകയുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഓക്കെ. അതോടൊപ്പം ഞാൻ ഇപ്പോൾ റീസെൻ്റായിട്ട് ഒരുപാട് ആളുകൾ പോത്ത് കൃഷിയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇവിടെ പോത്ത് കൃഷി തുടങ്ങാത്തത് എന്ന് അതിനെക്കുറിച്ച് പറയാം. ഞങ്ങൾ ആദ്യ സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, പശു ഫാമും ഈ എരുമയും ഒക്കെ ആയിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പം ഞങ്ങൾ ഈ പറഞ്ഞ പോത്തിൻ്റെ ഞങ്ങൾ ഇപ്പോൾ ലോഡ് വരുന്നുണ്ട്. ഞങ്ങളെല്ലാം സംസാരിച്ചിരിക്കുകയാണ്. ഈ അടുത്ത ആഴ്ചയോടുകൂടി ഞങ്ങൾ സെയിൽസിന് വേണ്ടിയുള്ള ഒരു പരിപാടിയുണ്ട്. പോത്തും കുട്ടികൾ, നല്ല ഇനം പോത്തും കുട്ടികളെ കൊണ്ടുവന്ന് സെയിൽ ചെയ്യാനുള്ള ഒരു പരിപാടി ഞങ്ങൾ പ്ലാൻ ചെയ്ത് എല്ലാം ഇതായിരിക്കുകയാണ്. അപ്പോൾ ഈ അടുത്ത ആഴ്ചയോടുകൂടി ഞങ്ങൾക്ക് ലോഡ് വരും. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഒരുപാട് ആളുകൾ പോത്ത് കൃഷിയിലേക്ക് വരുന്നുണ്ട്. എന്താണ് അതിനുള്ള കാരണം? പോത്ത് കൃഷിയിലേക്ക് നമുക്ക് റിസ്ക് കുറവാണ്. ഇതിനകത്ത് പ്രത്യേകിച്ചുള്ള കാര്യം എന്ന് വെച്ചാൽ കറക്റ്റായിട്ട് മാസം വരെയുള്ളെങ്കിൽ അതിനെ ഈ പറഞ്ഞ പോലെ നമുക്ക് വലിയ കെയറിങ് ഇല്ല. ഇതിനെ ഇപ്പോൾ ഒരേ ദിവസം നമ്മൾ കറക്കേണ്ട കാര്യമില്ല. അങ്ങനത്തെ ഉള്ള റിസ്ക്കുകളൊന്നുമില്ല. നമുക്കതിൻ്റെ തീറ്റ കൊടുക്കുക, അതിന് മഴയും വെയിലും ഒന്നും അതിന് പ്രശ്നമല്ല. നമ്മൾ ഇടയ്ക്ക് വെള്ളം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇടുക, ഇല്ലെങ്കിൽ ചുമ്മാ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി. അപ്പം ഈ പറഞ്ഞ പോലെ നമ്മൾ അതിൻ്റെ ഒരു പീക്ക് ടൈം കഴിയുമ്പോൾ നമ്മളതിനെ കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഡെയിലി ഇൻകം ഇല്ല എന്നുള്ളൊരു നെഗറ്റീവ് ഇത് മാത്രമേ ഉള്ളൂ. പക്ഷേ വളർത്തി കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റബിൾ ആണ്. അപ്പോൾ ചേട്ടാ എനിക്ക് തോന്നുന്നു, അതായത് പോത്ത് കുട്ടികളെ ഇറക്കിയിട്ട് ഞങ്ങൾ പോത്തും കുട്ടികളെ കൊണ്ടുവരുവാണ്. പോത്തും കുട്ടികളെയും മീഡിയം സൈസും എല്ലാം കൊണ്ടുവരുന്നുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ സെയിലും ചെയ്യുന്നുണ്ട് നമ്മൾ. കാരണം നമുക്കിപ്പം പോത്തിനെ എടുക്കുമ്പം നമുക്ക് മൊത്തത്തിൽ എടുക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ പ്രോഫിറ്റ്. അപ്പോൾ അതിൽ നമ്മൾ കുറച്ച് ആവശ്യക്കാർക്ക് നമ്മൾ സെയിൽ ചെയ്യുകയും ചെയ്യും. അതിൻ്റെ കൂടെ നമ്മൾ ബാക്കി വരുന്ന ഇവിടെ നിർത്തി നമ്മൾ ഫീഡ് ചെയ്യും. ആവശ്യക്കാർ വരുന്നതനുസരിച്ച് നമ്മൾ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അത് നമ്മൾ റീസണബിൾ ആയിട്ട്, അതായത് ഒരു വലിയൊരു എന്താ പറയുക കച്ചവട രീതിയല്ല. നമ്മളൊരു റീസണബിളായിട്ട് നമുക്ക് വലിയ നഷ്ടം സംഭവിക്കാത്ത രീതിയിൽ നമ്മൾ സെയിൽ ചെയ്യാനുള്ള ഒരു പരിപാടിയിലാണ്. ഓക്കെ. അപ്പോൾ നല്ലൊരു കർഷകനെ നമ്മളുടെ ചാനലിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ കഴിഞ്ഞതിലുള്ള സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ ചേട്ടൻ്റെ നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുത്തേക്കാം. അപ്പോൾ ഞാനും ചേട്ടനെ പലതവണ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഫോണൊന്നും എടുത്തിട്ടില്ല. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യാം, അങ്ങനെ വിളിച്ചാൽ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ എപ്പോഴെങ്കിലും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. കാരണം തിരക്കാണ്, എനിക്ക് മനസ്സിലായി. ഇവിടെ വന്നപ്പോഴാണ് തിരക്കായത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഇടയ്ക്ക് അദ്ദേഹത്തെ വിളിച്ചപ്പോൾ റിപ്ലൈ അടിച്ചപ്പോൾ എനിക്ക് ചിലപ്പോൾ ദേഷ്യം വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ പ്രേക്ഷകർക്ക് ദേഷ്യം വരാൻ സാധ്യത. എന്നാലും നിങ്ങളൊരു വാട്സാപ്പിൽ ഒരു മെസ്സേജ് ഇടുക, നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് പറഞ്ഞ് മെസ്സേജ് ഇടുക. അദ്ദേഹം തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യും. കഴിയുന്ന സഹായങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.